കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഈ യാത്രയിൽ അസംതൃപ്തിയും പെറുവെറുപ്പുമുള്ള ഒരു ജനത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുകയാണ്. അതിനാധാരവാക്യമായി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങളറിയും, യഹോവയുടെ നേരെ നിങ്ങൾ പിറുവിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങളെന്തു? നിങ്ങളുടെ പിറുവിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ അത്രേ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവ് നൽകിയുമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് സ്തുതിക്കുന്നു. ഞങ്ങൾ വായിച്ചു കേട്ടതായി തിരുവചനത്തിനാണ് സ്തുതിക്കുകയാണ്. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നിരിക്കുന്ന വചനത്തിനനുസൃതമായ രീതിയിൽ ഞങ്ങൾ ചിന്തിക്കേണ്ടതിന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. പ്രിയ ശ്രോതാക്കളെ ദൈവം അനുഗ്രഹിക്കണം. മാനമഹത്വത്തോടെ നിൽക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനം ഇന്ന് സമ്പൂർണമായ വിമോചനത്തിലാണ്. മോശ മുഖാന്തരം ദൈവം ചെങ്കടലിനെ രണ്ടായി വിഭജിക്കപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനം പൂർണ്ണമായിട്ടും അക്കരെ എത്തിച്ചേരുകയും അവർ വിജയശ്രീ ലാളിതരായി സന്തോഷഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ചെങ്കടൽ വിജയത്തിൻ്റെയും ഒരു വേർപാടിൻ്റെയും സ്ഥാനമായി മാറി. ഇസ്രായേൽ ജനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇവരുടെ യാത്രാ മധ്യേ നിരവധി പ്രശ്നങ്ങളും സംഭവങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11-ാം വാക്യം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചില പിറുവിറുത്തോ സംഹാരിയാൽ നശിച്ചു പോയതായ വിവരം പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അനേകം സംഭവങ്ങൾ ഉണ്ടായത് അത് നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണെന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള ചില ദൃഷ്ടാന്തങ്ങൾ ഇന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇസ്രായേൽ ജനം ഇങ്ങനെ യാത്രയിലാണ്. അവർ യാത്രകൾ പുറപ്പെട്ട് അവർ നേരെ അശൂർ മരുഭൂമിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ ചെങ്കടലിനത്തോട് പ്രയാണം ചെയ്ത് അശൂർ മരുഭൂമിയിൽ എത്തിച്ചേർന്നതായ ഈ ജനം അവിടെ മാറ എന്ന സ്ഥലത്ത് വെള്ളമില്ലാതെ ദാഹിച്ച് വലഞ്ഞ് 3 ദിവസം വളരെ കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ജനം വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ട് മാറായിൽ കണ്ടതായ ജലത്തെ കുടിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് കുടിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. കാരണം അത് കയ്പേറിയതായിരുന്നു. ഈ കയ്പേറിയതായ ജലം അവർക്ക് കുടിക്കുവാൻ കൊടുത്തത് കൊണ്ട് അത് ജനങ്ങൾ വളരെയധികം ഭാരപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോൾ ജനം എന്ത് കുടിക്കും, നാം എന്ത് തിന്നും എന്ന് പറഞ്ഞ് മോശയോട് പിറുപിറുക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ സാധിക്കും. യഹോവ
മോശയുടെ അപേക്ഷ കേട്ടുകൊണ്ട് ഒരു മരം കാണിച്ചു കൊടുക്കുക, മരത്തിൻ്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിലിടാൻ അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ആ കൊമ്പ് ഇട്ട് കഴിയുമ്പോൾ മാറായിലെ വെള്ളം മധുരമായി തീരുകയും ഇസ്രായേൽ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ അതിൽ നിന്ന് പാനം ചെയ്ത് തൃപ്തരായി തീരുകയും ചെയ്തു. അങ്ങനെ അവിടെ മാറായിലെ ജലത്തെ ശുദ്ധമാക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചതായ ആ കൊമ്പ് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുകയാണ്. ഈ ലോകത്തിലെ പാവമംഗലമായ കൈപ്പേറിയ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങൾ നീക്കം ചെയ്യുവാൻ തക്കവണ്ണം, നമ്മുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ വളരെയധികം മധുരതരമാക്കി തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ഏത് കൈപ്പേറിയ പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് കർത്താവ് യേശുക്രിസ്തു നമുക്കുണ്ട്. നിങ്ങളുടെ എല്ലാ കയ്പുകളെയും കൈപ്പേറിയ അനുഭവങ്ങളെയും മധുരമാക്കി സന്തോഷപൂർണ്ണമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവന് സാധിക്കും. അവിടെ വെച്ച് ദൈവമായ കർത്താവ് ഒരു പ്രത്യേകമായിട്ടുള്ള വാക്തത്വം അവിടെ നൽകുന്നതായിട്ട് കണ്ടെത്തുവാൻ സാധിക്കുകയാണ്. ഇനി 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. ഇവിടെ ചെയ്തതായ ആ വാക്തത്വം, എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് സകല വിധികളെയും പ്രമാണിച്ചുകൊണ്ട് നീ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മിസ്രയീമ്യർക്ക് വരുത്തിയതായ ഒരു വ്യാധികളും രോഗങ്ങളും നിന്നെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, നിന്നെ ദൈവം അനുഗ്രഹിക്കും ചെയ്യും എന്ന് അവിടെ ഒരു ഉടമ്പടി ഒരു വാക്തത്വം ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. വീണ്ടും അവർ പുറപ്പെടുകയാണ്. അതെ, പുറപ്പെട്ട് അവർ മിസ്രയീം ദേശത്തേക്ക് നിന്ന് പുറപ്പെട്ട് വന്നതായ ജനം അശൂർ മരുഭൂമിയിൽ നിന്നും പുറപ്പെടുകയാണ്. രണ്ടാമത് അവരുടെ ഇടയിൽ ഉണ്ടായതായ സംഭവം എന്ന് പറയപ്പെടുന്നത്, അവർക്ക് ആഹാരത്തിന് വേണ്ടിയും മാംസത്തിന് വേണ്ടിയും പിറുപിറുക്കുന്ന കരയിക്കുന്നതായ ഒരു ജനത്തെക്കുറിച്ചാണ്. അങ്ങനെ അവർക്ക് ആഹാരമില്ലാതെ അതെ ഭാരപ്പെട്ടുകൊണ്ട് പുറപ്പെട്ടതായ മിസ്രയീം ദേശത്ത് പുറപ്പെട്ടതായ 2-ാം മാസം 15-ാം തീയതി അവിടെ സംഘയൊക്കെയും എലിമിനും സീനായി മലയ്ക്കും മധ്യേയുള്ളതായ സീൻ മരുഭൂമിയിൽ അവർ എത്തിച്ചേർന്നു. ഈ സീൻ മരുഭൂമിയിൽ എത്തിച്ചേർന്നതായ ജനത്തിന് ഭക്ഷണമില്ലാതെ അവർ പിറുപിറുക്കുകയും മുറുമുറുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടികൾ കിടന്നുറങ്ങി, ഞങ്ങൾ തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇവിടെ യഹോവയുടെ കയ്യിൽ നിങ്ങൾ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനങ്ങൾ പിന്നെയും ഭയങ്കരമായിട്ട് ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ആ ഭാഗത്ത് നമ്മൾ കണ്ടെത്തുമ്പോൾ യഹോവേ ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട്, അപേക്ഷ കേട്ടുകൊണ്ട് ആ ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം കൊടുക്കാമെന്ന് അവരോട് വാഗ്ദാനം ചെയ്യുന്ന അവർക്ക് ഉറപ്പ് കൊടുക്കുകയും അങ്ങനെ അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. അങ്ങനെ നൽകിയതായ ഭക്ഷണം എന്ന് പറയപ്പെടുന്നത് ചെതുമ്പലിൻ്റെ മാതിരി നേരിയ വസ്തു, മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്നതായ ഒരു വസ്തു. പിറ്റേന്നാൽ പ്രഭാതത്തിൽ അവർ ഉണർന്നപ്പോൾ അവരുടെ കൂടാരത്തിന് ചുറ്റും കിടക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ കണ്ടതായ വസ്തുവിന് അവർ മന്ന എന്ന് പേരിട്ടു. ഈ മന്ന അവർക്ക് ദൈവം ഭക്ഷിക്കാൻ കൊടുത്തു. അവർക്ക് ഈ മന്ന ഭക്ഷിക്കേണ്ടതിന് ഇഷ്ടംപോലെ പെറുക്കിക്കൊള്ളുവാൻ തക്കവണ്ണം, അവിടെ ആവശ്യത്തിന് പെറുക്കിക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവം കൊടുത്തതായ ആ നിബന്ധന അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം അവർ കൂട്ടാക്കിയില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായത് പെറുക്കണം, എന്നാൽ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കരുത്. 6 ദിവസവും പെറുക്കി, എന്നാൽ 6-ാമത്തെ ദിവസം നീ അധികം പെറുക്കണമെന്നുള്ളതായ ആ നിയമം അനുസരിക്കാതെ
ഏഴാമത്തെ ദിവസം ദൈവത്തിൻ്റെ ശബദ ദിവസമായതുകൊണ്ട് അന്നേ ദിവസം അവർക്ക് മന്ന ലഭിക്കുകയില്ല എന്നുള്ളതായ ആ ഒരു നിർദ്ദേശം കൂട്ടാക്കാതെ ജനം പ്രവർത്തിക്കുകയും അധികം പറക്കുകയും അത്യാഗ്രഹികളും ദുർമോഹികളായി തീരുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ 6 ദിവസം നിങ്ങൾ പെറുക്കണം, 7ാമത്തെ ദിവസത്തിൽ ദൈവമേ പെറുക്കുവാൻ പാടില്ല എന്നുള്ള കൽപ്പന അവർ ധിക്കരിച്ചു. ചിലർ 7ാം ദിവസം പെറുക്കുവാൻ കടന്നുപോയി. അന്നേ ദിവസം മന്ന ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ദൈവമായ യഹോവയുടെ വിശുദ്ധ ശബ്ദമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുന്നത് എന്തോ? 6 ദിവസം 7ാമത്തെ ദിവസം ഇത് എൻ്റെ ശബ്ദമാകുന്നുവല്ലോ. അന്ന് നിങ്ങളെല്ലാവരും വിശുദ്ധ ശബ്ദം ആചരിക്കണം എന്നുള്ളതായ ഒരു നിയമം അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. തുടർന്ന് അവർക്ക് അവരുടെ കൂടാരത്തിന് സമീപം, അവിടെ പാളയത്തിന് സമീപം അവർക്ക് കാടകളെ ധാരാളമായിട്ട് നൽകി അവർക്ക് മാംസാഹാരം കൊടുത്തതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തതായ ആ ഉറപ്പ് പാലിക്കുകയും ആ വാക്ക് പാലിക്കുകയും അവർക്ക് മന്നയും കാടപക്ഷികളും കൊടുത്ത് അവരെ സംതൃപ്തരാക്കുകയും ചെയ്തു. എന്നാൽ ഈ മന്ന എന്ന് പറയപ്പെടുന്നത് ഇവിടെ ഒരു സാദൃശ്യമാണ്. ഇത് കർത്താവ് യേശു ക്രിസ്തുവിനാണ് സദൃശീകരിക്കുന്നത്. കർത്താവ് യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്നയാണെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ മന്ന നാം ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആത്മീക ആഹാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനാണ്. എന്നാൽ ദൈവം വചനമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചന ജഡമായി അത് മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ വചന ജഡമായി തീർന്നതായി ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഭക്ഷിപ്പാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്ന ആത്മീക ആഹാരം അത് സാദൃശ്യീകരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവോ ദൈവത്തിൻ്റെ വചനത്തെ സാദൃശ്യീകരിക്കുന്നു. അതുകൊണ്ട് നാം ഇന്ന് ആത്മീയ ആഹാരം ധാരാളമായിട്ട് ഭക്ഷിച്ചുകൊണ്ട് ആത്മാവിൽ സംതൃപ്തരായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ഇവിടെ സാദൃശ്യീകരിക്കപ്പെടുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വെള്ളം നൽകുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ സംഘം സീൻ മരിയിൽ ഭൂമിയിൽ കൂടെ പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ ഒരു രഫീദമ്മിൽ എത്തിച്ചേർന്നു. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ഇവിടെ സീൻ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് രഫീദമ്മിൽ എത്തിച്ചേർന്നതായ ഈ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലാതെ അവർ വളരെയധികം ഭാരപ്പെട്ടു. അവർ ഞങ്ങൾക്ക് വെള്ളം തരിക എന്ന് പറഞ്ഞ് അവർ കലഹിക്കുകയും മോശയോട് പിറുപിറുക്കുകയും ചെയ്തു. അപ്പോൾ മോശ വളരെ വ്യാകുലനായി ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയെ ദൈവം കേട്ടോ മോശയോട് പറയുകയാണ്, നീ ഹോരേബിൽ വരിക, ഹോരേബ് പർവ്വതത്തിൽ നിനക്ക് മുമ്പായി ഞാൻ അവിടെ നിൽക്കും, അവിടെ പാറമേൽ നിൽക്കും. ഇതേ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുകെ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കൾക്ക് ആവശ്യമായിരിക്കുന്ന ജലം ആ പാറയിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. എല്ലാ ഇസ്രായേൽ ജനങ്ങളും അത് കുടിച്ച് സംതൃപ്തരായി തീർന്നു. ഇങ്ങനെ ജലം ധാരാളമായിട്ട് കുടിക്കുകയും സംതൃപ്തരായി തീരുകയും ചെയ്തതായ ഈ ജനം ദൈവത്തോട് നന്ദിയുള്ളവരായി തീരേണ്ടവരായിരുന്നു. എന്നാൽ വീണ്ടും ജനം നന്ദിയില്ലാത്തവരായി പിറുപിറുപ്പുള്ളവരായി മാറുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇവിടെ നിന്ന് കുടിച്ചതായ ജലം കലഹം മൂലം ഉണ്ടായതായ ജലമാണ്. ജനങ്ങളുടെ കലഹം മൂലം ഇവിടെ യഹോവ പാറയിൽ നിന്ന് നൽകപ്പെട്ടതായ ഈ ജലത്തിന്
കലഹജലം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് അതെ മസ അല്ലെങ്കിൽ പരീക്ഷ എന്നും മെരീബ അല്ലെങ്കിൽ കലഹം എന്നും പേരിട്ടതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം അതെ എപ്പോഴും പിറുപിറുപ്പുള്ള, കലഹിക്കുന്ന, അസംതൃപ്തരായ ഒരു ജനമായിട്ടാണ് നമുക്കവിടെ ദർശിപ്പാൻ തക്കോണം മുഖാന്തരമായി തീർന്നത്. മറ്റൊരു സന്ദർഭത്തിലും ഇപ്രകാരം സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാദേശ് എന്ന് പറയപ്പെടുന്നതായ സ്ഥലത്ത് വെച്ചായിരുന്നു ആ സംഭവം. കാദേശ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോഴും ഈ ജനത്തിന് അവിടെ കുടിക്കുവാൻ തക്കവണ്ണം ജലം ലഭ്യമല്ലാതായി തീർന്നു. അതുകൊണ്ട് ഈ ജനം വളരെയധികം അസംതൃപ്തരായി, വളരെയധികം മുറുമുറുപ്പും പിറുപിറുപ്പുമുള്ളവരായി വീണ്ടും മോശയോടും പിറുപിറുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അവിടെ ദൈവം മോശയെ വിളിച്ചു. നീ പോയി ചെന്ന് ദൈവം കാണിക്കുന്ന പാറയിൽ, ഞാൻ കാണിക്കുന്ന പാറയെ, അതേ പാറയിൽ വടി നീട്ടുവാനായിട്ട് ദൈവം ആജ്ഞാപിക്കുകയാണ്. എന്നാൽ മോശയും അഹരോനും ആ ജനത്തിൻ്റെ കലഹവും അവരുടെ പിറുപിറുപ്പും കാരണം, ദൈവത്തോടുള്ള അവിശ്വസ്തതയും കാരണം, അതേ ദേഷ്യത്തോടുകൂടെ ആ പാറയെ 2 പ്രാവശ്യം അടിച്ചു. അങ്ങനെ പാറ പിളർന്നു ശക്തിയോടുകൂടെ ജലം ഒഴുകി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്ക സാധിക്കും. ഇങ്ങനെ ഇവിടെ വെച്ച് മോശ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ആ മോശയോടും അതിനോട് പറഞ്ഞതായ ഒരു കാര്യം, അതെ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതെ അഹരോനും മോശയും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയില്ലെന്നാണ്. അങ്ങനെ ദൈവകൽപ്പന ലംഘിക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും, അത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നാലും, ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക വ്യക്തികളായിരുന്നാലും, പ്രവാചകന്മാരായിരുന്നാലും, പൂർവ്വപിതാക്കന്മാരായിരുന്നാലും, ഏത് വ്യക്തികളായിരുന്നാലും കൽപ്പന അനുസരിക്കുന്നവർ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. ഇവിടെ കൽപ്പന അനുസരിക്കാതിരുന്ന ലംഘിച്ചതായ ഈ മോശയ്ക്കും അഹരോനും ദൈവം കൊടുത്തതായ ശിക്ഷ, അവർ വാഗ്ദത്തം ചെയ്ത് അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ കനാൻ ദേശം അവർ കാണുകയില്ലെന്നാണ്. അങ്ങനെ അവിടെ ദർശിച്ചതായ ഈ ജലവും നമുക്ക് ഒരു സാദൃശ്യമായി നൽകുന്നു. അങ്ങനെ സാദൃശ്യമായി നൽകുന്നതായ ഈ സാദൃശ്യം എന്ന് പറയപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഞാൻ ജീവൻ്റെ ജലമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് ആ പാറ. ഇവിടെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 3-4 വാക്യങ്ങൾ, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരു ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനം ഒരേ ആത്മീയ ആഹാരം ഭക്ഷിച്ചു. അവർ ഒരേ ജലം പാനം ചെയ്തു, ഒരേ പാനീയമാണ് പാനം ചെയ്തത്. കാരണം ഇസ്രായേൽ ജനങ്ങൾ യാത്ര ചെയ്ത് കനാനിലേക്ക് എത്തിച്ചേർന്നതായ 40 വർഷക്കാലവും അവർ ജലവും മറ്റ് ആഹാര വസ്തുക്കളും കിട്ടുന്നതായ സ്ഥലത്ത് എത്തുന്നതുവരെ മന്ന എന്ന് പറയപ്പെടുന്നതായ ഒരേ ആഹാരം തന്നെയാണ് ഭക്ഷിച്ചത്. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ അങ്ങനെ ഏത് ഏറ്റക്കുറച്ചിലുമില്ലാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള ആഹാരം നൽകുകയും അത് അവർ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുടിക്കാൻ നൽകിയതായ ജലവും ഒരേപോലത്തെ ജലം തന്നെയാണ്.
നാം ഇന്ന് വ്യത്യസ്തങ്ങളായ ഉറവകളിൽ നിന്ന്, വ്യത്യസ്തമായ അത് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതായ ജലമാണ് നാം കുടിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ജനങ്ങളോ ഒരേ ജലമാണ് പാനം ചെയ്തത്. അവർ മാറായിൽ ശുദ്ധീകരിക്കപ്പെട്ട ജലം കുടിക്കപ്പെട്ടപ്പോൾ മറ്റു 2 സ്ഥലങ്ങളിലും അവർ പാറയിൽ നിന്ന് ഒഴുക്കപ്പെട്ട ജലമാണ് കുടിച്ചത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അവർ കുടിച്ചതായ ഈ ജലവും ഈ പാനീയവും ഭക്ഷിച്ചതായ ആഹാരവും സ്വർഗീയ ഭക്ഷണത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവജനമേ, നാമും ആത്മീകമായിട്ട് ഈ ലോകത്തിൽ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് പാനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ അതെ ആശ്രയിക്കുകയും ക്രിസ്തുവിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രശ്ന പ്രതിസന്ധികൾക്ക് അതേ കൈപ്പേറിയ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളെ സന്തോഷപൂർണ്ണമാക്കി തീർക്കുന്ന, മധുരപൂർണ്ണമാക്കി തീർക്കുന്ന ആ കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ ജീവജലം നൽകി നമ്മെ ജീവിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും തക്കവണ്ണം യോഗ്യത ഉള്ളവരായി തീരേണ്ടതിന് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹം പ്രാപിച്ചവരായി തീരേണ്ടതുണ്ട്. യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് പോലെ ഇന്ന് നമുക്കെല്ലാവർക്കും പരിപൂർണമായിട്ടും ദൈവമായ കർത്താവിൽ ആശ്രയിപ്പാനും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ആത്മീക ഭക്ഷണമാക്കി മാറ്റിക്കൊണ്ട് വചനമാകുന്ന ആ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ആ വചനത്തെ നമുക്ക് ദൈനംദിനം ഭക്ഷിച്ചും ആ ക്രിസ്തുവാകുന്ന ആത്മീക ജലത്തെ പാനം ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അമ്മ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് അടിങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് കേട്ടതായി വചനത്തിന് സ്തുതിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ എല്ലാവിധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കുന്നോട് സ്തുതിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് ആത്മീയ ഭക്ഷണവും ആത്മീയ ദൈവമേ ജലവും പാനീയവുമായിരിക്കുന്നതോട് നന്ദിയോട് സ്തുതിക്കുന്നു. ക്രിസ്തുവാകുന്ന പാറയിൽ ഞങ്ങൾ ആശ്രയിപ്പാനും അതിൽ നിന്ന് ജീവജലം പാനം ചെയ്തുകൊണ്ട് ജീവനുള്ള ദേഹിയായി ദേശത്ത് പാർത്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.